ഹലോ. അപ്പോൾ ഇന്ന് ഞായറാഴ്ചയാണ് കേട്ടോ. അപ്പോൾ ഞായറാഴ്ചയായിട്ട് ചേട്ടനും ദേവണ്ണനും ഇവിടെ എല്ലാവരും രണ്ടുപേരും പുറത്തോട്ട് പോയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നേരെ കിച്ചണിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു ഉച്ചക്കത്തേക്കുള്ള ഫുഡ് റെഡിയാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ അരിയൊക്കെ ഒന്ന് കഴുകി ഇട്ടിട്ടുണ്ടായിരുന്നു. അതൊന്ന് തിളച്ചപ്പോഴത്തേക്ക് നേരെ റൈസ് കുക്കറിലോട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ചേട്ടൻ പോകുന്നതിന് മുന്നേ തന്നെ പോത്തും മരച്ചീനിയും മേടിച്ച് തന്നിട്ടാണ് പോയത്. അപ്പോൾ അതൊക്കെ ഒന്ന് പോത്തൊന്ന് ക്ലീൻ ചെയ്ത് വെള്ളം തോരാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള സവാളയും കൊച്ചുള്ളിയും ഇഞ്ചിയും പച്ചമുളകൊക്കെ ഒന്ന് തൊലിയൊക്കെ കളഞ്ഞ് ക്ലീനാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കൊച്ചുള്ളി കുറച്ച് കൂടുതലും സവാള കുറച്ച് ഒരെണ്ണമാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ മരച്ചീനിയൊക്കെ ഒന്ന് അരിഞ്ഞ് കഴുകി എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റൊക്കെ പച്ചമുളകൊക്കെ ഒന്ന് പേസ്റ്റൊക്കെ ആക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. വിറകടുപ്പിലാണ് വെക്കുന്നത്. അടുപ്പൊക്കെ ഒന്ന് കത്തിച്ചിട്ട് മൺചട്ടി വെച്ച് എണ്ണ ഒഴിച്ച് കടുകൊക്കെ പൊട്ടിച്ച് ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകിൻ്റെ ആ ഒരു പേസ്റ്റ് ഒക്കെ ഒന്ന് ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം കൊച്ചുള്ളിയും സവാളയൊക്കെ ഇട്ട് നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ സമയത്ത് ഞാൻ ഗ്യാസിൽ മരച്ചീനി വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നേ. ഉപ്പ് മഞ്ഞൾപ്പൊടി ഇട്ടാണ് വേവിക്കുന്നത്. അപ്പോൾ നല്ല ചൂടായതുകൊണ്ട് തന്നെ നേരെ ഹോളിൽ വന്നിരുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് നേരം ഫാനിട്ട് ഹോളിൽ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇടയ്ക്കുള്ള വീഡിയോസും കാര്യങ്ങളൊന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ബീഫും മരച്ചീനിയൊക്കെ റെഡി ആയതിനു ശേഷമാണ് ഇതിൻ്റെ വീഡിയോസ് മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളേ. അപ്പോൾ അതൊക്കെ നല്ല രീതിയിൽ റെഡിയായി സെറ്റാക്കി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അരിയൊക്കെ ഒന്ന് വാർത്തിട്ട് പിന്നെ ഞാൻ പുളിശ്ശേരിയും കൂടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ബൈ.